പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി അത് ആലോചിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ റിഗ്രറ്റ് തോന്നാറില്ലേ, നമുക്ക് പശ്ചാത്താപം തോന്നാറുണ്ട് അല്ലേ? ഇപ്പോൾ എനിക്ക് എൻ്റെ റൂംസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കണമായിരുന്നു, പക്ഷെ ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല, ചെയ്യിപ്പിക്കണമായിരുന്നു. എൻ്റെ വീടൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യിപ്പിക്കണമായിരുന്നു, എൻ്റെ സാരീസൊക്കെ ഒന്ന് ഡ്രൈ വാഷ് ചെയ്യിപ്പിക്കണമായിരുന്നു. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമായിരുന്നു എന്ന് പറയാറുണ്ട് നമ്മൾ. ചെയ്യിപ്പിച്ചില്ല, ഇപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്താപം തോന്നുന്നു. ഇത്തരം സെൻറ്റൻസസ്, ചെയ്യിപ്പിക്കണമായിരുന്നു, പെയിൻറ്റ് ചെയ്യിപ്പിക്കണമായിരുന്നു, കാറ് റിപ്പയർ ചെയ്യിപ്പിക്കണമായിരുന്നു, ഇങ്ങനെയൊക്കെ പറയില്ലേ. ചെയ്യിപ്പിക്കണമായിരുന്നു എന്നാണ്, ചെയ്യണമായിരുന്നു എന്നല്ല. അത്തരം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇവിടെയും നമുക്ക് ഉപയോഗിക്കേണ്ടത് ഗെറ്റ് എന്ന കോസറ്റീവ് വേർബ് തന്നെയാണ്. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട സ്ട്രക്ചറാണ് പഠിക്കാൻ പോകുന്നത്. വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇത്, ശ്രദ്ധിക്കുക. എക്സാമ്പിൾ: ഞാൻ എൻ്റെ ഡ്രസ്സസ് വാഷ് ചെയ്യിപ്പിക്കണമായിരുന്നു. എൻ്റെ ഡ്രസ്സസ് ഞാൻ വാഷ് ചെയ്യിപ്പിക്കണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ഗോട്ട് മൈ ഡ്രസ്സസ് വാഷ്ഡ് എന്നാണ്. ഞാൻ എൻ്റെ ഡ്രസ്സസ് വാഷ് ചെയ്യിപ്പിക്കണമായിരുന്നു. ഐ എന്നത് സബ്ജക്റ്റാണ്, പിന്നെ ഉപയോഗിച്ചത് ഷുഡ് ഹാവ് ഗോട്ട്. ഷുഡ് ഹാവ് ഗോട്ട് എന്ന് കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത് ഓബ്ജക്റ്റാണ്. എന്താണ് വാഷ് ചെയ്യിപ്പിക്കേണ്ടത്? ഡ്രസ്സസ്. ഐ ഷുഡ് ഹാവ് ഗോട്ട് മൈ ഡ്രസ്സസ് വാഷ്ഡ്. വാഷ്ഡ് എന്നത് വാഷ് എന്ന വേർബിൻ്റെ V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഐ ഷുഡ് ഹാവ് ഗോട്ട് എന്ന് പറയുമ്പോൾ ഗോട്ട് എന്നത് ഗെറ്റ് എന്ന കോസറ്റീവ് വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. ഐ ഷുഡ് ഹാവ് ഗോട്ട് മൈ ഡ്രസ്സസ് വാഷ്ഡ്. ഇതാണ്, ഈ ഒരു സ്ട്രക്ചറാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്, ചെയ്യിപ്പിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ. ഇനി ഞാൻ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യണമായിരുന്നു എന്നാണെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ആ സ്ട്രക്ചർ നമ്മൾ ഇതിനു മുമ്പ് പല ലെസൺസിലും പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്ന് പറയാം. ഞാൻ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യണമായിരുന്നു. ഐ ഷുഡ് ഹാവ് വാഷ്ഡ് മൈ ഡ്രസ്സസ്. ഐ സബ്ജക്റ്റ്, ഷുഡ് ഹാവ് കഴിഞ്ഞിട്ട് V3 ഫോം ഓഫ് ദ വേർബ്. അവിടെ കോസറ്റീവ് വേർബിൻ്റെ ആവശ്യമില്ല. കോസറ്റീവ് വേർബ് ഉപയോഗിക്കുമ്പോൾ ചെയ്യിപ്പിക്കണമായിരുന്നു എന്ന ഒരു മീനിങ് വരും. അപ്പോൾ ഐ ഷുഡ് ഹാവ് വാഷ്ഡ് മൈ ഡ്രസ്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ഗോട്ട് മൈ ഡ്രസ്സസ് വാഷ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡ്രസ്സസ് വാഷ് ചെയ്യിപ്പിക്കണമായിരുന്നു. മനസ്സിലായല്ലോ? ഇനി വേറൊരു സെൻറ്റൻസ്. അവർ അവരുടെ ഹൗസ്, അവരുടെ വീട് പെയിൻറ്റ് ചെയ്യിപ്പിക്കണമായിരുന്നു. അവർ, ദേ ഷുഡ് ഹാവ് ഗോട്ട് their house painted. They should have got their house എന്നത് അവരുടെ വീട്, അതാണ് അവിടെ ഓബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് പെയിൻറ്റഡ്. പെയിൻറ്റഡ് എന്നത് V3 ഫോം. പെയിൻറ്റ് ചെയ്യുക എന്നതിൻ്റെ V3 ഫോമാണ് പെയിൻറ്റഡ്. They should have got their house painted. ഇനി അവർ അവരുടെ വീട് പെയിൻറ്റ് ചെയ്യണമായിരുന്നു എന്നാണെങ്കിൽ they should have പെയിൻറ്റഡ് their house എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള, രണ്ട് സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ഹി ഷുഡ് ഹാവ് ഗോട്ട് ഹിസ് കാർ റിപ്പയർഡ്. അവൻ്റെ കാർ റിപ്പയർ ചെയ്യിപ്പിക്കണമായിരുന്നു. അവൾ ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്യിപ്പിക്കണമായിരുന്നു. അവൾ, ഷീ ഷുഡ് ഹാവ് ഗോട്ട് ദ ലെറ്റേഴ്സ് പോസ്റ്റഡ്. ദ ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് പോസ്റ്റഡ്, പോസ്റ്റ് ചെയ്യുക എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് പോസ്റ്റഡ്. ഇനി ഷുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ ഷുഡ് ഹാവ് ഗോട്ട് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് V3 ഉപയോഗിക്കുമ്പോഴും ആ സെൻറ്റൻസിൽ വരുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ കൂടി പ്രാക്ടീസ് ചെയ്യാം. അവൾ ചെടികൾക്ക് വെള്ളം ഒഴിപ്പിക്കണമായിരുന്നു. ഷീ should have got the plants watered. ഇനി അവൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കണമായിരുന്നു എന്നാണെങ്കിൽ she should have watered the plants. She should have watered the plants. ഗീത അവളുടെ ഡ്രസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണമായിരുന്നു.
ഗീത ഷുഡ് ഹാവ് ഗോട്ട് ഹെർ ബ്ലൗസ് സ്റ്റിച്ച്ഡ്. ഗീത അവളുടെ ഡ്രസ് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. ഗീത ഷുഡ് ഹാവ് സ്റ്റിച്ച്ഡ് ഹെർ ബ്ലൗസ്. ഞാൻ വീട് അടിച്ചു വാരണമായിരുന്നു. ഐ ഷുഡ് ഹാവ് സ്വെപ്റ്റ് ദ ഫ്ലോർ. ഞാൻ വീട് അടിച്ചു വാരിപ്പിക്കണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ഗോട്ട് ദ ഫ്ലോർ സ്വെപ്റ്റ്. ദ ഫ്ലോർ സ്വെപ്റ്റ്. സ്വീപ്പ് അടിച്ചു വാരുക. സ്വെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സ്വെപ്റ്റ് എന്ന് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇപ്പോൾ കുറേ സെൻറ്റൻസുകൾ പഠിച്ചില്ലേ? അപ്പോൾ ഇതുപോലെ കൂടുതൽ സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ഉപയോഗിക്കുകയും ചെയ്യുക. ഷുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുമ്പോഴും ഷുഡ് ഹാവ് ഗോട്ട് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് V3 ഉപയോഗിക്കുമ്പോഴും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ഉപയോഗിക്കുക.